പോലീസ് പറയുന്നത് അവർ കല്യാണം കഴിഞ്ഞ് പോയതാണെങ്കിലും മേഘാലയയിൽ വെച്ച് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല എന്നാണ്. ഒരു ഫോട്ടോ പോലും എടുത്തില്ലേ? ഇല്ല. അതും പോലീസിന് സംശയം കൂട്ടി. മെയ് 23-ന് രാജയെ കൊലപ്പെടുത്തിയ ശേഷം സോനം നേരെ മേഘാലയ വിട്ട് ഇൻഡോറിലേക്ക് പോയി. അവിടെ ചെന്ന് ഈ കാമുകനായ രാജ് കുഷ്വാഹയെ കണ്ടു. എന്നിട്ട് അവിടെ ഒരു വാടകമുറിയിൽ ഒരു ദിവസം നിന്നു. പിന്നെ ഒരു ഡ്രൈവറുടെ സഹായത്തോടെ ഉത്തർപ്രദേശിലെത്തി. ഗാസിപൂർ ജില്ലയിലെ നന്ദ്ഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുകയായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ അടക്കിപ്പിടിച്ച ചില കാര്യങ്ങൾ, ചില സത്യസന്ധതയില്ലാത്ത തീരുമാനങ്ങൾ, അതൊക്കെ എത്ര വലിയ ദുരന്തത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക എന്ന് ഓർത്തുപോകുന്നു. തീർച്ചയായും. ചിലപ്പോൾ നമ്മളൊരു ബന്ധത്തിലായിരിക്കും, പക്ഷേ വീട്ടുകാർ നിർബന്ധിച്ച് വേറൊരു കല്യാണം കഴിപ്പിക്കാൻ നോക്കും. അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടാവാം. അപ്പോൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും വീട്ടുകാരോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ളൊരു ധൈര്യം കാണിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. ശരിയാണ്. മാതാപിതാക്കളെ ചിലപ്പോൾ തന്നെ സമ്മതിക്കില്ലായിരിക്കാം. എന്നാലും തുറന്നു പറയുന്നത് ഒരു വിശ്വാസം ഉണ്ടാക്കാനും പിന്നീടൊരു ധാരണയിലെത്താനും ചിലപ്പോൾ സഹായിച്ചേക്കാം. അതെ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞു, ആ ബന്ധത്തിൽ ഒട്ടും സന്തോഷമില്ലാന്ന് തിരിച്ചറിയുകയാണെങ്കിലോ, ഈ അക്രമത്തിലേക്കോ അല്ലെങ്കിൽ വഞ്ചനയിലേക്കോ പോകുന്നതിന് പകരം ആ ബന്ധത്തിൽ നിന്ന് മാന്യമായിട്ട് പിന്മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ഒരു ജീവൻ എടുക്കുന്നത് അതൊരിക്കലും ഒരു പരിഹാരമല്ലല്ലോ. ഒരിക്കലുമല്ല. സംസാരിച്ച് പ്രശ്നം തീർക്കാൻ നോക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടുക, അതുമല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി നടക്കുക. അതാണ് വേണ്ടത്. മനുഷ്യന്റെ ജീവൻ അത്രയ്ക്ക് വിലപ്പെട്ടതാണ്.